ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മൈസൂരിലെ വീഡിയോയുടെ പാർട്ട് 3 ആണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് വൃന്ദാവൻ ഗാർഡൻ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5:30-6 മണി ആയപ്പോഴത്തേക്കിനാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറയുടെ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂ വരുന്നത് ലൈറ്റിങ് കുറവായതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൃന്ദാവൻ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതലും അവിടെ മലയാളികളാണ് കേട്ടോ വന്നു പോയത്. എനിക്ക് അവിടെ മറ്റു നാട്ടുകാർ കുറവായിട്ട് പോലെ എനിക്ക് തോന്നിയത്. ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുന്നത് മലയാളികളാണ്. അപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കാം കുറേ മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഞങ്ങളെ കൊണ്ടുപോയ ഡ്രൈവർമാരാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് ടിക്കറ്റൊക്കെ എടുത്ത ശേഷം ഞങ്ങളെ കയറ്റുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ അവിടെ ഇരുന്നതാണ്. അവിടെ ഇരുന്നപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ പാട്ടും പാടി എന്നെ കളിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഇതുപോലെ ധാരാളം കടകളുണ്ട്. അവിടെ മൈസൂർ പാക്ക് മറ്റ് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ മേടിക്കാനായിട്ട് പറ്റും. അപ്പം ഞങ്ങൾ കുറേയൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഗാർഡൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ കുറച്ച് നടന്ന് എല്ലാം കാണാനുണ്ട് കേട്ടോ. ഒരുപാട് നടന്ന് കാണാനുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. കാരണം ആ ഒരു പ്രദേശം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെള്ളം കൊണ്ട് കുറേ സംഭവങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർഡൻ നല്ല അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ആൾക്കാരവിടെ ഈവനിങ് ഒക്കെ വന്നിരുന്ന് ഫാമിലി ആയിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറേ നടന്ന് അതിലെ കാഴ്ചകളൊക്കെ കണ്ട്. ഇങ്ങനെ ഓരോന്നൊക്കെ നടന്ന് ഇങ്ങനെ കാണാനായിട്ടുണ്ട്. ഒരു രസമാണ്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. മിക്കവരും മലയാളീസാണ്. ഞങ്ങൾ വാട്ടർ ഷോ നടക്കുന്ന കാണാനായിട്ട് പോവാണ്. അപ്പോൾ അത് നല്ല തിരക്കുള്ള സമയമെന്നാണ് പറയുന്നത്. എന്തായാലും അത് പോയി കണ്ടിട്ട് വരുന്നതായിരിക്കും. അല്ലേ അമ്മ? പേടിയാ. എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് ക്യാമറ കാണുമ്പോൾ തന്നെ പേടിയാണ്. കാരണം ഞാൻ ഈ യൂട്യൂബിലിട്ട ആളെ നാറ്റിക്കും എന്നുള്ളൊരു പേടിയാണ് ആൾക്ക്. എന്തായാലും എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നേരിടണമെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് കുറേയൊക്കെ ചിലപ്പോൾ അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് വാട്ടർ ഷോ കാണാൻ വേണ്ടിയാണ്. അതായത് വാട്ടർ ലൈറ്റ് ഷോ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുന്നതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. കാരണം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കത് ആദ്യത്തെ കാഴ്ചയല്ല, ഞാനിത് രണ്ടാമത് കാണുന്നതാണ്. അപ്പോൾ അമ്മയും ചേട്ടായൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ മൈസൂർ വരുന്നത്. ഞാനിതിനു മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് വന്നതേക്കാളും ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ തോതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ വാട്ടർ ഷോ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. ഇത് പാട്ടിട്ടിട്ടാണ് കേട്ടോ അവരിങ്ങനെ ലൈറ്റും വെള്ളമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പം പാട്ട് അവിടെ സിനിമാ പാട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞാനത് മ്യൂട്ടാക്കിയേക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി എടുത്തറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ആ പാട്ടിനനുസരിച്ചാണ് അവർ ആ വെള്ളം ചലിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടെ ഭംഗി നമുക്ക് കൂട്ടും. നമ്മൾ ആ പാട്ടിൽ മുഴുങ്ങിയിരിക്കുമ്പോഴായിരിക്കും ഇവരിങ്ങനെ നമുക്ക് ഈ ലൈറ്റ് ഇത്രയും ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ ഭയങ്കര പ്രത്യേക ഭംഗിയായിരിക്കും. ഞാൻ ഏകദേശം പാട്ട് മ്യൂട്ടാക്കി വെച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു പ്രത്യേക അത്ഭുതപരമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മളിതൊക്കെ പോയി നേരിട്ട് കാണണം. എങ്കിലേ അതിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് അപ്പം മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് വലിയ സംഭവമൊന്നും അല്ല. എങ്കിൽ കൂടെയും നമുക്കത് ഒരു പ്രത്യേക അനുഭൂതി തരുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ.
അപ്പം ഞങ്ങൾ ഏകദേശം വാട്ടർ ഷോ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇനി അവിടുന്ന് തിരിക്കുകയാണ്. കാരണം ഇത്ര ടൈം ആകുമ്പോൾ ബസ്സിൽ വന്ന് കയറണം എന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം നല്ല തിരക്കായിരുന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പം തന്നെ ആൾക്കാർ അടുത്ത ഷോയ്ക്ക് കയറാൻ വേണ്ടിയുള്ള നല്ല തിരക്കായിരുന്നു. അപ്പം ഞാൻ വൃന്ദാവൻ ഗാർഡൻസിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.